റിക്വസ്റ്റഡ് വീഡിയോ ആണ് TKMൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ എൻജിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആർക്കിടെക്ചറിൻ്റെയും അഡ്മിഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. സോ TKMൽ 31-ാം തീയതി 9 മണി മുതൽ 1 മണി വരെയും CS ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. 2 മണി മുതൽ 5 മണി വരെയും ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. 1-ാം തീയതി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഉച്ച കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI ആണ്. 2-ാം തീയതി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഉച്ച കഴിഞ്ഞിട്ട് ആർക്കിടെക്ചർ ആണ്. 3-ാം തീയതി മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും ഉച്ച കഴിഞ്ഞ് കെമിക്കൽ എഞ്ചിനീയറിങ്ങും ആണ്. 4-ാം തീയതി രാവിലെ സിവിൽ എഞ്ചിനീയറിങ്ങും ഉച്ച കഴിഞ്ഞിട്ട്. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു 4-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണി വരെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കി 5 മണി വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ 5 മണിയൊന്നും ആവാൻ നിൽക്കരുത്, അതിന് മുമ്പ് തന്നെ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ എല്ലാവരും ആ ഡേറ്റിൽ തന്നെ ചെല്ലാൻ ശ്രമിക്കുക. ഇനി 31-ാം തീയതി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വൈകുവാണെങ്കിൽ, ഇപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ വരാനോ ഡേറ്റ ഷീറ്റ് വരാനോ ഒക്കെ വൈകുവാണെങ്കിൽ, പറ്റുന്നവരെല്ലാം അടുത്തുള്ളവരൊക്കെ തന്നെ അന്ന് തന്നെ പോയി എടുക്കുക. ദൂരമുള്ളവർക്കായിരിക്കും ഇത് വരാതെ അവിടെ ചെന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്തായാലും കോളേജിൽ നിന്ന് ചോദിച്ചിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ 4-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് 3 മണി വരെ ഉള്ളൂ, അത് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇതിലും ET ലാബിൻ്റെ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ഓൺലൈൻ ത്രൂ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ET ലാബിൻ്റെ സൈറ്റിലേക്ക് എത്താം. BTech റെഗുലർ ആദ്യം കിടക്കുന്നതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക. ദെൻ രജിസ്റ്റർ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് മുകളിൽ പോയിട്ട് വീണ്ടും അപ്ഡേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ റെഫറൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പുകളിലേക്ക് പോവുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മേ ബി +2ൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാണ്ടാവും. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ PDF, അതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ PDF ആയിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ ശരിയാവില്ല. എങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ക്ലിയർ ആയിട്ട് PDF ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പറ്റുന്നതെല്ലാം ഫില്ല് ചെയ്യുക. അത്യാവശ്യം സ്റ്റാർ ഇട്ടേക്കണമെങ്കിലും ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അത് നിങ്ങളോട് കൊണ്ടുവരാനായിട്ട് കോളേജ് പറയുന്നുണ്ട്. സോ ഈ TKM അത് എടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന്. TKM എടുത്ത് പറയുന്നുണ്ട്. സോ നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ബാക്ക് അടിച്ചപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇനി സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ വെക്കുക. ഏതിൻ്റെയെങ്കിലും കോപ്പീസ് പറയണ്ടെങ്കിൽ അത് ആ ഒറിജിനലിൻ്റെ തൊട്ട് താഴെ വെക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓരോന്നായിട്ടായിരിക്കും ചോദിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തപ്പിയെടുത്ത് സമയം പോകണ്ട. ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്ത് വെക്കുക, എന്നിട്ട് അതെടുത്ത് കൊടുക്കുക. പിന്നെ 10th സർട്ടിഫിക്കറ്റ് ആണ്. സോ അതിൻ്റെ കൂടെ കോപ്പീസ് പറയണ്ടെങ്കിൽ ആ കോപ്പീസ് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കണ കാര്യം എന്ന് പറഞ്ഞാൽ, നാറ്റയുടെ സ്കോർ ആർക്കിടെക്ചറിൻ്റെ കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ PTA ഫണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഗവൺമെൻറ് ആണെങ്കിലും നിങ്ങൾക്ക് പല കോളേജ് അനുസരിച്ചിട്ട് 11,000 മുതൽ 25,000 ചിലപ്പോൾ 30 വരാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇതുവരെ 30,000 വന്നിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് 28 എന്നുള്ളൊരു എമൗണ്ട് വരുന്നത്. ഒരു 22-25 വന്ന് നിൽക്കുമായിരുന്നു. ഓക്കെ, എന്തായാലും ഇപ്പോൾ TKM ഓട്ടോണമസ് ആണ്, എയ്ഡഡ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവും. സോ എന്തായാലും അവിടുത്തെ PTA ഫണ്ട് പറഞ്ഞിരിക്കുന്നത് 28,125 ആണ്. ആ ഒരു എമൗണ്ട് ജനറൽ കാറ്റഗറിയിലുള്ളത് അടയ്ക്കണം. SC ST OEC കുട്ടികളാണെങ്കിലും 15,125 രൂപ ഈ ഒരു എമൗണ്ട് അടയ്ക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ എമൗണ്ട് UPI ആയിട്ടോ അതായത് GPay ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ക്യാഷ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ള കാര്യം. ക്യാഷായിട്ട് നിങ്ങൾ അടയ്ക്കാൻ പറ്റില്ല ഈ എമൗണ്ട്. ഓൺലൈൻ ട്രാൻസാക്ഷൻ ഏതെങ്കിലും നിങ്ങൾ ചെയ്യണം. ഇനി ഇവിടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ ഏതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 14-ാമതായിട്ട് ഹെപ്പറ്റൈറ്റിസ് Aയുടെ വാക്സിൻ എടുത്ത് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. ഇത് സാധാരണ എഞ്ചിനീയറിങ്ങിന് ആർക്കിടെക്ചറിന് ആവശ്യമില്ലാത്തൊരു വാക്സിനാണ്. സോ അത് കാരണം മെഡിക്കലിന് അവർ തിയേറ്ററിലൊക്കെ കയറണയും കൊണ്ട് അവർക്ക് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി, കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വാക്സിൻ എടുത്തിട്ട് ചെല്ലാൻ പറയണത്. എഞ്ചിനീയറിങ്ങിന് ആർക്കിടെക്ചറിന് ആവശ്യമില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇത് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ സർട്ടിഫിക്കറ്റ് കിടക്കണേ കൊണ്ട് ഞാൻ പറയുവാണ്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, ഇനി എടുക്കാൻ സമയം വൈകുമെന്ന് വിചാരിച്ചിട്ട്
നിങ്ങൾ 31-ാം തീയതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റിലോ പോവാതിരിക്കേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സമയം തരും. സോ ഡേറ്റുകളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അത് ആവശ്യമുള്ളവർ വെബ്സൈറ്റിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അതിലൂടെ നോക്കാം. ഇനി രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അവർ പറഞ്ഞേക്കണത്. അപ്പോൾ അത് ഇവർ മീൻസ് കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ട് പോവുക. അവരുടെ ചെന്നാലും നിങ്ങളൊരു കംഫർട്ട് അല്ലാത്ത സ്ഥലത്തിരുന്നത് ഫില്ല് ചെയ്യണേലും നല്ലത് നിങ്ങൾ വീട്ടിലിരുന്നത് ചെയ്തിട്ട് പോകലാണ്. എന്തായാലും അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തിട്ട് റെഫറൻസ് നമ്പറൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് കോളേജ് ഓഡിറ്റോറിയം ആണ്. സോ കോളേജ് ഓഡിറ്റോറിയം ഇത് ഒരു ഓഡിറ്റോറിയം ഉള്ളൂ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പേരൊന്നും പറഞ്ഞിട്ടില്ല. കോളേജ് ഓഡിറ്റോറിയം എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും പറയണ പോലെ ഏതൊരു അലോട്ട്മെൻറ്റിന് വേണ്ടി ചെല്ലുമ്പോഴും നിങ്ങൾ ആദ്യം തന്നെ അവിടെ ടോക്കൺ ഉണ്ടെങ്കിൽ ആ ടോക്കൺ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് ഓഡിറ്റോറിയത്തിൽ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ നിങ്ങൾ ആദ്യം വന്നു എന്ന് ആരും അറിയില്ല. നിങ്ങൾ ടോക്കൺ എടുത്ത് നിങ്ങളുടെ നമ്പർ ഉറപ്പാക്കിയിട്ട് സീറ്റിൽ പോയിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇവിടെ ആൻറ്റി റാഗിങ്ങിൻ്റെ ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്തേക്കുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ കീവിൻ്റെ പ്രോസ്പെക്ടസിലുള്ള സെയിം ആണ്, അപ്പോൾ അത് മതി. ഇനി ഇവിടെ ഇത് ലഹരി വിരുദ്ധ സത്യവാങ് ആൻറ്റി റാഗിങ്ങിൻ്റെ ആണ്. സോ ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഫില്ല് ചെയ്ത് പോവുക. ഇതിൽ വേറെ ഒന്നും ഫില്ല് ചെയ്യാനില്ല. ഡാഷ് കോളേജിൽ അത് കോളേജ് ഏതാണെന്ന് എഴുതുക, ഡാഷ് ക്ലാസ്സിൽ ഏത് ബ്രാഞ്ചാണെന്ന് എഴുതുക, പഠിക്കുന്ന ഡാഷ് എന്നാണ് പേരാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിൻ്റെ സത്യവാങ്ങാണ്. നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. വെറുതെ ഒരു സത്യവാങ് എഴുതി കൊടുക്കൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫാണ്, ഫ്യൂച്ചറാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊന്നും ഒരു ലഹരിയല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഒരു സീനിയേഴ്സൊക്കെ ചിലപ്പോൾ ഈ ഒരു കോളേജിൻ്റെ കാര്യമല്ല പറയണത്, മൊത്തത്തിലുള്ള കാര്യമാണ് പറയണത്. ഏതെങ്കിലും സീനിയേഴ്സോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലോ ഇതൊരു എനർജി കിട്ടും, പഠിക്കാൻ കുറച്ച് ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വെറുതെ മിഥ്യാധാരണയിൽ കൊണ്ടിടണ്ട. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നെർവ്സിനെ തകർക്കണതും അതുപോലെ തന്നെ നമ്മുടെ ചിന്തയെ ബാധിക്കുന്നതും ഒക്കെയാണ്. സോ ബി കെയർഫുൾ. ഇതെല്ലാം ഒഴിഞ്ഞു നിൽക്കുക. നിങ്ങൾ ലൈഫ് സെക്യൂർ ആക്കുക. 4 വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ TKM പോലുള്ള ഒരു കോളേജിലൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കൊരു പ്ലേസ്മെൻ്റ് ഒക്കെ ആയ ലൈഫ് സെറ്റിലായി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ വീഡിയോ ഗെയിം കളിക്കുന്നവരുണ്ടാവും, ഇപ്പോൾ വീട്ടിൽ വഴക്ക് പറയണവരുണ്ടാവും. സോ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരും വഴക്ക് പറയാറില്ല. യാത്രകൾ ഇഷ്ടമുള്ളവരുണ്ടാവും, യാത്രകൾക്ക് പോവാം. സോ ഇതൊക്കെ നിങ്ങൾ ലൈഫ് സെറ്റിലാക്കാനുള്ള ഈ 4 വർഷം, നിങ്ങൾ ഈ പഠിച്ചതൊന്നുമല്ല, ഈ 4 വർഷം നിങ്ങൾ സപ്ലികളില്ലാതെ വരുത്താം. അതാണ് മെയിനായിട്ട്. നിങ്ങൾ ഇപ്പോൾ ചില കമ്പനീസാണ് ഇത്ര CGPA പറയുന്നത്. സോ മാക്സിമം പറ്റുന്ന CGPA ഒക്കെ വാങ്ങി തന്നെ പോവുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബോറായിട്ട് ഏതെങ്കിലും ക്ലാസ്സുകൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, അത് പഠിക്കുക. നല്ലതായിട്ട് പോവുക, സപ്ലികളില്ലാതെ പോവുക. പ്ലേസ്മെൻറ്റിൽ ഇരിക്കാൻ പറ്റില്ല സപ്ലി ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ലോകം പണ്ട് 10 പേര് പാസ്സാവണോടത്ത് ഇപ്പോൾ 1000 പേരാണ് പാസ്സായി വരുന്നത്. സോ സ്ട്രഗിളാണ്. അതിൽ നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ ഇതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒപ്പ്, പാരൻസിൻ്റെ ഒപ്പ് ഒക്കെ ചോദിക്കേണ്ട, അതൊക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ കൂടുതലായിട്ട് വെബ്സൈറ്റിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. വെബ്സൈറ്റിൽ നിങ്ങൾക്കിത് എടുക്കാൻ വെബ്സൈറ്റിൽ പോയി അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.